നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ കുപ്പികളിലേക്ക് എന്താ നിറച്ച് വെച്ചേക്കണമെന്നല്ലേ? ബീഫാണ് കേട്ടോ. നമ്മൾ ഗ്ലാസ് ജാർ ബീഫാണ് ഇന്ന് റെഡിയാക്കുന്നത്. കൂടെ കഴിക്കാനായിട്ട് ഒരു കിടിലൻ കാശ്മീരി പുലാവും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ജാർ ബീഫ് എങ്ങനെയാണ് റെഡിയാക്കുന്നതിന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ നല്ല കിടിലൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ടെൻഡർ ലോയിൻ ആണ് കേട്ടോ. ടെൻഡർ ലോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, അകവരിയോ? ഓരോ സ്ഥലത്ത് ഓരോന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെട്ടി അങ്ങോട്ട് തുടങ്ങാം. കണ്ട നമ്മുടെ ബീഫിൻ്റെ ലുക്ക് നോക്കി, നല്ല ഹൽവ കഷ്ണം പോലെ ഇല്ല. നമ്മൾ ബീഫ് തീരെ കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നില്ല, ഒരു അത്യാവശ്യം മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പായൊക്കെ വിരിച്ചതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ താഴെ പോയി. അപ്പോൾ ഇപ്പോൾ മണ്ണിലാണ് പോകുന്നെങ്കിൽ നമ്മുടെ ഇറച്ചിയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പായൊക്കെ വിരിച്ചിരിക്കുന്നത്. ആദ്യം വെട്ടി തുടങ്ങിയ പോലെ അല്ല കേട്ടോ, സ്പീഡായി. അപ്പോൾ നമ്മളെല്ലാം ടെൻഡർ ലോയിനല്ല, കുറച്ച് നെയ്യുള്ള പീസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റോസ്റ്റിന് ആ ഒരു എന്താ പറയുക, കഴിക്കുമ്പോഴാണെങ്കിൽ ആ ഒരു ഫീല് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ വേണം. ഫുൾ ഇറച്ചി മാത്രം ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം നമ്മൾ വെട്ടി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടിയും ഈ കത്തിയും വെച്ച് വെട്ടാൻ അത്യാവശ്യം എളുപ്പമാണ്, നമുക്ക് സ്പീഡിൽ വെട്ടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബീഫിന് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കൂട്ടനെ നല്ല രീതിയിൽ അങ്ങോട്ട് കഴുകി കുളിപ്പിച്ചെടുക്കാം കേട്ടോ. ബീഫൊക്കെ കഴുകുമ്പോഴേ ഒരുപാട് പ്രാവശ്യം, ഒരു 4-5 പ്രാവശ്യം ഒന്നും കഴുകി ഇതാക്കരുത്. അവസാനം ഈ ബീഫിൻ്റെ ഇതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? അപ്പോൾ നമ്മളൊരു വൃത്തിയായിട്ട് നമ്മളൊരു 2 പ്രാവശ്യം കഴുകുക, അത് മതി. പിന്നെ കഴുകി ഇത് വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തിനുള്ള അതിൻ്റെ ഗുണം പോയി കഴിഞ്ഞാൽ പിന്നെ വെറും ചവറാവും ഇത് അതുപോലെ കഴുകി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ഒരു മസാല എങ്ങനെ അടിക്കാം കേട്ടോ. അപ്പം നമുക്ക് ബീഫ് നമ്മുടെ കുപ്പിക്കകത്താക്കുന്നതിന് മുമ്പ് ഒരു അടിപൊളി മസാല റെഡിയാക്കണം കേട്ടോ, ഒരു സ്പെഷ്യൽ മസാല. അത് റെഡിയാക്കി നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മസാല അടിക്കാനായിട്ട് നമുക്ക് തീയെല്ലാം കത്തിച്ചെടുക്കുന്നുണ്ട്. നല്ല പണിയെടുത്തിട്ടോ തീ കത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കടായി വെച്ചിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം. നമ്മുടെ ചൂടായ കടായിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ കടായിൽ മൊത്തം എണ്ണയെന്നാക്കി കടായിൽ നിന്ന് വഴക്കിയെടുക്കണം കേട്ടോ, നല്ല നൈസായിട്ട്. അപ്പോൾ നമ്മുടെ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് തേങ്ങാപ്പൂളും കൂടി ഇട്ട് കൊടുക്കാം. നല്ല സ്ലൈസ് ചെയ്ത തേങ്ങ. നമ്മുടെ ഇത്രയും ബീഫ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ, തേങ്ങാപ്പൂൾ നല്ല രസമായിരിക്കും, അതുകൊണ്ടാണ് അത്രയും എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ആ മൊരിയുന്നതിൻ്റെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതായിട്ടില്ല, വറുത്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചെറിയതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി നമ്മുടെ ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ആ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ അങ്ങോട്ട് നമുക്ക് വഴറ്റണം. അങ്ങനെ നമ്മൾ വഴറ്റിയെടുത്ത ചെറിയുള്ളിക്കകത്തോട്ടും തേങ്ങാക്കൊത്തിനകത്തോട്ടും നമുക്ക് കുറച്ച് നടുവേ പിളർന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും ഇതിനകത്ത് അങ്ങോട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ പച്ചമുളകൊക്കെ ഇതിനകത്തിട്ട് വഴറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊള്ളിച്ചെടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ഫീൽ അതിന് കിട്ടത്തുള്ളൂ. പച്ചക്കിടല്ലേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇല്ലാണ്ട് എന്ത് ബീഫ്. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുളകൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, തക്കോലം എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ കളറൊക്കെ മാറി കണ്ട നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇടാം.
അപ്പം മല്ലിപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടി ആ തേങ്ങാക്കൊത്തും കൂടെ കിടന്നങ്ങോട്ട് ഇതിനകത്ത് കിടന്ന മൂത്ത് വരുന്നതിൻ്റെ മണമുണ്ടല്ലോ, ഇടുവാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കരിയരുത്, തീ കൂടി കഴിഞ്ഞാൽ അടുപ്പത്തു നിന്ന് അങ്ങോട്ട് മാറ്റുക, എന്നിട്ട് അടുത്ത മസാല ഇടുക. നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ ഇവിടെ പറമ്പിലുണ്ടായ മഞ്ഞൾ പൊടിച്ചെടുത്താണ്. ഇതിലോട്ട് ഇനി നമ്മുടെ മെയിൻ സാധനം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചമുളകും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം എരിവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കരിയാതെ നമ്മുടെ മുളക് പൊടിയും കൂടി ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ മസാലപ്പൊടികളൊക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അടുപ്പത്ത് വെച്ച് അത് കരിഞ്ഞു പോകരുത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ മാറ്റുക, എന്നിട്ട് പിന്നെ ഒന്നുകൂടെ വെച്ചിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഗരം മസാലയും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ ബീഫിൽ ചേർക്കാനുള്ള നമ്മുടെ മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബീഫിലോട്ട് ആഡ് ചെയ്യാം. അതിങ്ങനെ അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോടെ കുറച്ച് ഉള്ളി വറുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി കുറച്ച് ഉള്ളി വറുത്ത് നമുക്ക് കാശ്മീരി പുലാവിന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇടണം. അത് പേസ്റ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആദ്യം ഇഞ്ചി പേസ്റ്റ് ഇടാം. അടുത്തായിട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം അത്. അപ്പോൾ ഇതിന് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിങ്ങനെ എല്ലാ ബീഫിനും കറക്റ്റായിട്ട് എത്തണം. നമ്മൾ തവിയിട്ടൊന്നും ചെയ്താൽ കറക്റ്റാവില്ല. മാക്സിമം കൈ കൊണ്ട് തന്നെ കൈ നന്നായിട്ട് കഴുകിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങൾ സത്യമായിട്ടും ഇത്രയും സാധനങ്ങളില്ലടാ. മറ്റേ ഉള്ളി വറുത്തതിൻ്റെ ഒക്കെ വരുമ്പോഴേ അതെ പക്ക ഫീലാണ്. വേറെ മൂഡ്. ഉള്ളി നിറഞ്ഞല്ലോ ഇപ്പം തന്നെ അടിപൊളിയില്ലേ. അപ്പം മിക്സ് ചെയ്യാൻ നമ്മൾ ഒരു മടിയും വിചാരിക്കരുത്. കറുവപ്പട്ടയും കൊണ്ട് കൈ മുറിയും. എന്ത് കുപ്പിച്ചില്ലോ, വിറക് കൊള്ളിയാതൊക്കെ. ഇത് കറുവപ്പട്ടയൊന്നും അല്ലെന്ന്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിനെ കുപ്പിയിലേക്ക് അങ്ങോട്ട് നിറയ്ക്കാം. ഭൂതത്തെ കുപ്പിയിലാക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ബീഫിനെ കുപ്പിയിലാക്കാം. മായാവിനെ കുപ്പിയിലാക്കണ പോലെ ഇങ്ങനെ ഓരോ പീസ് വാരിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഉദ്ദേശിക്കുന്ന പോലെ ആക്കൽ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ വറുത്തിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ ഇതിനകത്ത് മൊത്തം ഇങ്ങനെ കുഴമ്പ് പോലിരിക്കും. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിരുന്നുള്ളൂല്ലോ, അതിൻ്റെ ടേസ്റ്റും കിട്ടും. ഒരെണ്ണം നമ്മൾ ഫുള്ള് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ 6 കുപ്പിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഈ 6 ഇതുപോലെ നിറച്ചെടുക്കാം നമുക്ക്. വെള്ളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ 6 ജാറ് നല്ല ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. മറ്റേത്തെ കുറേശ്ശെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഒരുപാട് ഫുള്ള് നിറച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ വെന്തില്ലെങ്കിലോ. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ച് മതി. അപ്പോൾ ഇനി പൊരിച്ചടിക്കാനുള്ള അവിടെ ഉണ്ട്. പൊരിച്ചടിക്കാനുള്ളതാ ഇതിനകത്തുണ്ട്. അവൻ പറയണേ കുറച്ചവിടെ ബാക്കി വെച്ചേക്കാനൊക്കെ. കാരണം ഇത് വെന്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ആ സമയത്തിന് കഴിക്കാന്നൊക്കെ. അപ്പം നമുക്കിതങ്ങോട്ട് കവർ ചെയ്തിട്ട് അങ്ങോട്ട് വേവിക്കാം. അപ്പോൾ നമ്മൾ നല്ല വാട്ടിയ വാഴയില കറക്റ്റ് ഇതിൻ്റെ മണ്ടയിൽ കെട്ടാൻ പാകത്തിന് എടുക്കുക. എന്നിട്ട് ഒരു 2-3 എണ്ണം ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ മണ്ട വെക്കുക. പിന്നെ എന്താ പറയുക, വാഴനാര്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ജാറൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സാധനം നോക്കി എടുക്കണം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വെച്ച് ചെയ്താലേ ഈ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിപ്പോകും ചിലപ്പോൾ ചൂടടിക്കുമ്പോൾ. അപ്പോൾ നല്ല ഗ്ലാസ് നോക്കി മേടിക്കുക. അപ്പോൾ നമ്മൾ വാഴയിലയും കൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. എന്നിട്ട് വാഴയുടെ നാരും കൊണ്ട്
മണ്ട കെട്ടുവാണ് കേട്ടോ. ഇതിപ്പോൾ എന്തോ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ പോലെ വേറെ എന്തൊക്കെയോ ഗൃഹാതുരത്തെ ഫീൽ ചെയ്യുന്നു. അതെ, അച്ചാർ ഭരണിയിൽ അച്ചാർ ഇട്ട് വെക്കുന്ന ഫീൽ. വാഴയിൽ കെട്ടി ഇത് എവിടെ കണ്ടിരുന്നില്ല ഇങ്ങനത്തെ സാധനം അല്ലേ? എനിക്ക് അച്ചാറിൻ്റെ ഒരു ഫീലാണ് രസം. നല്ല രസം, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എയർ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ്. എന്നാൽ ഫുള്ളി നാച്ചുറൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് വാഴയില കൊണ്ടുവന്നത്. അല്ലേ വേണമെങ്കിൽ അലുമിനിയം ഫോയിലും ഇതൊക്കെ യൂസ് ചെയ്യാം. ഓ, ഇതിൻ്റെ കുപ്പി വാങ്ങാൻ പോയൊരു കഥയുണ്ട് കേട്ടോ എൻ്റെ മോനെ. കുപ്പി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ് നമുക്ക് കിട്ടിയത്. ആ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെച്ച് വേവിക്കാൻ പറ്റില്ലല്ലോ. സ്റ്റീലിൻ്റെ അടപ്പ് തപ്പി ഞങ്ങൾ നടക്കാത്ത സ്ഥലമില്ല. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ നമ്മൾ നോക്കിയെടുത്തൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഇത് ആലോചിച്ച് ശരിയാക്കിയതാണ് ഈ വാഴയില. അപ്പോൾ ഇതുപോലെ നമുക്കിതെല്ലാം അങ്ങോട്ട് കെട്ടി റെഡിയാക്കി എടുക്കാം കേട്ടോ. കിട്ടുമ്പോൾ ഊരിപ്പോവാതെ മാക്സിമം ടൈറ്റാക്കി കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് മുറുക്കിയിട്ടുണ്ടല്ലോ, ഈ സൈഡിൽ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ബീഫ് എല്ലാം കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് ഡബിൾ ബോയിലിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ ആദ്യം നമുക്ക് കുറച്ച് വാഴയില ഇട്ട് കൊടുക്കാം. ഈ കുപ്പി വെക്കുമ്പോഴേ പാത്രത്തിൽ അല്ലാണ്ട് വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാനൊക്കെ ഇതുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു പഴയ ടവല് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വിരിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് എല്ലാം കൂടെ പറക്കി വെച്ചിട്ട് എടുത്ത് വെക്കൽ ഭയങ്കര പാടാണ്. അപ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇത് കരിഞ്ഞും പോണ്ട, അതാണ് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ കുപ്പിയിലാക്കിയ ഭൂതത്തെ അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. ഭൂതമല്ല, ബീഫ്. ഇതാകുമ്പം ഇളകാതെ കറക്റ്റായിട്ട് ഇരുന്നോളും. നമ്മുടെ അവസാനത്തെ 2 ഗ്ലാസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. നമ്മൾ ആദ്യം കുറച്ചല്ലേ ഒഴിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ 3/4 ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഫുള്ള് നിറയ്ക്കണ്ട, കാരണം ഇത് തിളച്ച് ഇതിൻ്റെ മുകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പം 3/4 വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ട്രിക്ക് കൂടി ചെയ്യുന്നത്, ഇപ്പം തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുപ്പികൾ തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മുട്ടാനൊക്കെ തുടങ്ങും. അപ്പോൾ അത് അങ്ങനെ മുട്ടാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ ദോശക്കല്ലില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വെയിറ്റ് ആകുമ്പോൾ കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകില്ല, തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ഇളകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതങ്ങോട്ട് അടച്ച്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ കയറി പോട്ടെ. പ്രത്യേകമായിട്ട് പറയാം, ഇതൊരിക്കലും എന്താ പറയുക പെട്ടെന്ന് റെഡി ആവാനുള്ളൊരു സാധനമല്ല. 4-5 മണിക്കൂർ എന്തായാലും എടുക്കും. കാരണം ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ചൂടിൽ ആവി കയറിയിട്ട് വേണം ഇത് റെഡി ആവാൻ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് കാശ്മീരി പുലാവ് റെഡിയാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ഒരിക്കലും നമ്മളെന്താ പറയുക വീട്ടിലൊന്നും ഇതുപോലെ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ഇതൊരു വെറൈറ്റി ആയതുകൊണ്ടും കൂടിയാണ് നമ്മൾ ചെയ്തത്. അപ്പം കുപ്പിച്ചില്ലൊക്കെയാണ് ഇത് എടുത്ത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ പൊട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഇരുന്ന് ആവുന്നുണ്ട്. നമുക്കപ്പോൾ കാശ്മീരി പുലാവ് അടിക്കാം. നമ്മളെല്ലാ റെസിപ്പിയും ചെയ്യുന്ന പോലെ തന്നെ ഇത് നമ്മുടേതായിട്ടുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചൂടായ നമ്മുടെ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ നെയ്ക്കകത്തോട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, പെരിഞ്ജീരകം, അതേപോലെ ബേ ലീഫ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കാശ്മീരി പുലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നത്. കാരണം ഫ്രൂട്ട്സും ഇതുപോലെ എന്താ പറയുക ചെറിയും ഇതൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം മധുരം ഇഷ്ടമുള്ളവർക്കായിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുക കേട്ടോ. പക്ഷെ അടിപൊളി സാധനമാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം, അതായത് നമ്മുടെ കിസ്മിസ്. മേടിച്ചിട്ട് തീ കത്തുന്നു, ചെറുതായിട്ടേ ഉള്ളൂ. ഒന്നാമത് മഴ ചെയ്ത് നനഞ്ഞെടുക്കുമല്ലേ. അതെ.
കണ്ണിലോട്ട് തന്നെ പോകാം. നമ്മുടെ ബീഫിൽ നിന്ന് ഒരു വിറക് ഇങ്ങോട്ട് മാറ്റി വെക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ, പച്ചപ്പട്ടാണി. അപ്പോൾ നമുക്ക് പച്ചപ്പട്ടാണി കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ലേശം പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. റൈസ് ശരിക്കും പുലാവിനകത്ത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്, എന്നാലും നമ്മൾ എളുപ്പത്തിന് വേണ്ടി റൈസ് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഒനിയനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതങ്ങോട്ട് റൈസ് പൊടിയാതെ മിക്സ് ചെയ്യാം. നമ്മുടെ കിസ്മിസും ആ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ സാധനം വേറെ മൂടായില്ലേ. നല്ല കളർ. റൈസ് ഇങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ ഒരുപാട്. നമ്മൾ എപ്പോഴും സൈഡിൽ നിന്ന് എടുത്തിങ്ങനെ മറിച്ച് കൊടുത്താൽ മതി. കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കുങ്കുമപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ചെറിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ. ചെറിയ ഇട്ടപ്പോഴത്തേനും സാധനം വേറെ മൂട്ടായില്ലോ. നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇല്ലേട്ടേ. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതിനകത്തൊന്ന് ആവിയൊക്കെ കയറി ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 4-5 മണിക്കൂർ നമ്മൾ വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബീഫായിട്ടുണ്ട്. അപ്പോൾ അവസാനമായപ്പോഴാണ് നമ്മൾ കാശ്മീരി പുലാവും റെഡിയാക്കിയത്. ബീഫ് നമുക്ക് തുറന്നു നോക്കാം. ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലെ വാടിയതിൻ്റെയൊക്കെ മണം കേട്ടോ ഇതിനെ. ഇതിനെ അങ്ങനെ എടുത്ത് മാറ്റി ഈ ദോശക്കല്ലൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് അടുപ്പത്തു നിന്ന് ഇറക്കാം കേട്ടോ. ഇതിൽ നിന്ന് വെച്ചോണ്ട് വാങ്ങൽ പണിയാണ്. എന്ത് വെയിറ്റാണ്. ഇനി നമുക്കിത് അങ്ങോട്ട് തുറന്ന് വെക്കട്ടെ, കുറച്ച് ചൂടൊന്ന് പോട്ടെ, ഇല്ലാണ്ട് നമുക്കിത് എടുത്ത് പിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ ഇരുന്ന് ആവി ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ. അത് തുറന്ന് വെച്ചതിൻ്റെ നമുക്കപ്പം പുലാവും കൂടെ അങ്ങോട്ട് തുറക്കാം. അപ്പം നമ്മുടെ പുലാവ് ഇതാ സൂപ്പറായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തെ നമ്മുടെ മെയിൻ പരിപാടിയാണ് ഇത് കൊണ്ടുപോയി കഴിക്കൽ കേട്ടോ. അപ്പോൾ രണ്ടും അങ്ങോട്ട് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ കുറച്ച് നേരം ഇരുന്നതിൻ്റെ ആവിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മണ്ടയിൽ നിന്ന് ഈ പാത്രവും ദോശക്കല്ലും ഒക്കെ എടുത്ത് മാറ്റാം. ഇനി അപ്പോൾ നമുക്ക് പയ്യെ ഓരോ ബോട്ടിലും അങ്ങോട്ട് എടുക്കാം. ചൂടാണ്. അപ്പോൾ ആവി പറക്കുന്ന കുപ്പികൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിലോട്ട് മാറ്റുകയാണ് കേട്ടോ. എൻ്റെ മോനെ ചൂടാണ്. എന്ത് ചൂടാ. തിളച്ചിരിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ജാർ ബീഫും അതേപോലെ തന്നെ കാശ്മീരി പുലാവും നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ. അതിനു മുമ്പ് ഇതിന് നമുക്കൊന്ന് അഴിച്ചങ്ങോട്ട് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ബീഫ് ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വാഴയിലേക്ക് ഉണ്ടോ എൻ്റെ മോനെ. എന്നെ മണോടാ കിടു അല്ലേ. എൻ്റെ മോനെ ഒരു പീസ് എടുക്ക്. എൻ്റെ പൊന്നു, തവിയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് കുടഞ്ഞിറങ്ങണമെന്നേ. കുടഞ്ഞിട്ട് കേട്ടോ, ഒന്നും നോക്കണ്ട. കാശ്മീരി പുലാവ് നമ്മളെ ആകർഷിക്കുകയാണ് കേട്ടോ. വേറെ ലെവല് സാധനത്തിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ഞാൻ ഇതെല്ലാം കൂടെ അഴിച്ചെടുക്കട്ടെ ആദ്യം. അപ്പം ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വുഡൻ സ്പൂൺ അങ്ങോട്ട് ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ആഹാ, ആ നെയ്യൊക്കെ കണ്ടാ. അങ്ങനെ എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഈ ഗ്രേവിക്കകത്തൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ജാർ നല്ല ചൂടാണ്. ഇതും കൊണ്ട് തോർത്തും കൊണ്ട് പിടിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് കുടഞ്ഞിടാൻ കേട്ടോ. എൻ്റെ മോനെ, എല്ലാം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കുടഞ്ഞിടണം. സംഭവം വേറെ ലെവലിട്ടാ.
ആ സ്മെല്ലടിച്ചിട്ട് തന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതെ അമ്മാതിരി സ്മെല്ലാണ്. ആ എൻ്റെ പൊന്നോ, ഇത് കുടഞ്ഞിടുമ്പോൾ തന്നെ നമ്മൾ സഹിക്കണതുണ്ടല്ലോ. ഒതുങ്ങി കിടക്കടാ ഇങ്ങോട്ട്. ചാറ് വെളി പോവോ? ചാറ് വെളി പോവില്ല. അപ്പം നമുക്കിനി ഈ തിളങ്ങി നിൽക്കുന്ന കാശ്മീരി പുലാവിന്ന് കുറച്ചിങ്ങോട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നേരത്ത് പോമോഗ്രനേറ്റൊക്കെ ഇടാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ, ടൂട്ടി ഫ്രൂട്ടിയോ എന്ത് വേണമെങ്കിലും ഇടാം. ഇനി എന്നിട്ട് നമ്മുടെ ജിംബ്രൂട്ടൻ ബീഫിനെ കുറച്ച് ഇതിനകത്തേക്ക് അങ്ങോട്ട് എടുക്കാം. ഓ എന്ത് രസമാണ് കാണാൻ. അരെ വാ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ബീഫ് കഷ്ണം എടുത്തിട്ട് വെന്തോന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് വെന്തോന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേനും കണ്ടോ എത്ര സൂപ്പറായിട്ട് ബീഫ് വന്നിട്ടുണ്ടെന്ന് നോക്കി. കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ റൈസും കൂടെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എന്നാ കാണിച്ചേ. ഇനി അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഇതിനകത്ത് ഏതിനെ ഹൈലൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനാകെ ധർമ്മസങ്കടത്തിലാണ് കേട്ടോ. രണ്ട് കട്ടങ്ങി നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സാധനം. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണനയ്ക്കൊക്കെ അതീതമാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കുന്ന സാധനമൊന്നും അല്ലല്ലോ, ഒരു വെറൈറ്റി കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ്. സത്യമായിട്ട് ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിക്കൊണ്ട് തന്ന റൈത്തയാണ് കേട്ടോ. കുറച്ചിങ്ങോട്ട് എടുത്ത് കോണിലേക്ക് വെക്കാം. ബാക്കി കഴിച്ചോണം കേട്ടോ. എന്ത് സാർ ഇതാ ഫുഡ്? ഫുഡ് എന്ത് പറിച്ചിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ റൈത്തയും കൂടെ കൂട്ടി നമ്മുടെ കാശ്മീരി പുലാവ് എങ്ങനെയാണ് നോക്കട്ടെ. നമ്മൾ സ്പെഷ്യൽ സാധനമാണല്ലോ. നൈസ് ടേസ്റ്റാണ്. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വേണോ? ഓ വെളുത്തുള്ളി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സംഭവം കിടുക്കില്ല. സാധനം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. റൈസും കൂടെ കൂട്ടുമ്പോൾ അതിമനോഹരം. രണ്ടും കൂടെ കൂട്ടി കഴിക്കും പൊളിയില്ലേ. ബീഫ് പിന്നെ പറയണ്ടല്ലോ. ബീഫ് എൻ്റെ മോനെ ഗ്ലാസ് ജാർ അടിപൊളി. അപ്പോൾ നമ്മുടെ കാശ്മീരി പുലാവും അതുപോലെ തന്നെ ഗ്ലാസ് ജാർ ബീഫ് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ഉറപ്പായിട്ട് ഇടണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ ഫുഡ് നമ്മളെന്താണ് ഇതുണ്ടാക്കിക്കൊണ്ട് എന്താ ചെയ്യണമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്, ഒരിക്കലും ഈ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യില്ല, നമ്മളിത് വേറെ ആൾക്കാർക്ക് കൊടുക്കും. ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പം നമുക്ക് ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം.